സിനിമയിൽ അങ്ങനെ ഒരു വിജയ ഫോർമുലകളൊന്നുമില്ല. ഏത് മഹാനടനും നടിക്കും വിഖ്യാത സംവിധായകനും ആർക്കും എളുപ്പം കാലിടറാം. നവാഗത സംവിധായകരും പുതുമുഖ താരങ്ങളും ഹിറ്റുകൾ തീർത്തേക്കാം. ഇത് മലയാള സിനിമയുടെ മാത്രം കാര്യമല്ല, കേരളത്തിൽ റിലീസിനെത്തുന്ന ഓരോ സിനിമയുടെയും കാര്യമാണ്. വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടം. അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് കഥകൾക്കും മേക്കിങ്ങിനും മാത്രമാണ്. വ്യക്തമായ ഉദാഹരണങ്ങൾ നൽകി ആ പാഠം പഠിപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമ 2025 പ്രവേശിച്ചത്. സസൂക്ഷ്മം സിനിമകൾ തിരഞ്ഞെടുക്കണമെന്ന് സൂപ്പർ താരങ്ങളെ വരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൽ വ്യക്തമായൊരു ചുവടുമാറ്റം കാണിച്ചു തരുന്നുണ്ട് മോഹൻലാൽ. കോവിഡിന് ശേഷം തിയേറ്ററുകൾ സജീവമായി വന്ന കാലത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകൾ നിരന്തരം വിമർശിക്കപ്പെട്ടിരുന്നു. മരക്കാർ മുതൽ എലോൺ വരെയുള്ള ചിത്രങ്ങൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താതിരുന്ന കാലത്താണ് താങ്ങായി 2023 ജയിലറിലെ മാത്യു എന്ന കഥാപാത്രം എത്തുന്നത്. ചിത്രത്തിലെ മോഹൻലാലിന്റെ കോസ്റ്റ്യൂം വരെയും പ്രേക്ഷകർക്കിടയിൽ വലിയ ആഘോഷമായി. അതോടെ ലാലേട്ടന്റെ പുത്തൻ ഹീറോയിസം എന്ന പേരിൽ ആരാധകർ റിലീസ് കൊണ്ടാടി. പിന്നീടെത്തിയ നേരിനും സ്വീകാര്യത ലഭിച്ചു. ചിത്രത്തിലെ വളരെ ഇൻസെക്യൂർ ആയ അഡ്വക്കേറ്റ് വിജയ് മോഹൻ വിന്റേജ് മോഹൻലാലിനെ ഓർമ്മപ്പെടുത്തിയെന്ന പ്രതികരണങ്ങളുണ്ടായി. എന്നാൽ സാധാരണ ഒരു മോഹൻലാൽ കുടുംബ ചിത്രത്തിന് കിട്ടേണ്ട ആവേശവും ആരവങ്ങളും നേരിനുണ്ടായില്ല. വിജയ് മോഹൻ അങ്ങനെ ഒരു മാസ് ഹീറോ ആയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം തുടക്കം തന്നെ മോഹൻലാലിലെ മാസ് എന്റർടൈനറുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തിയത്. ഏറെ കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ LJP പടത്തിനായി. കൾട്ട് സംവിധായകനും കൾട്ട് നായകനും ഒന്നിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എന്ന പേരിൽ ഫാൻ പേജുകളിലും മൂവി ഗ്രൂപ്പുകളിലും അടക്കം മലൈക്കോട്ട വാലിബൻ ആഘോഷിക്കപ്പെട്ടു. ഒരു മുത്തശ്ശിക്കഥ ഒരുക്കി വെച്ചാണ് പക്ഷേ LJP പ്രേക്ഷകരെ സ്വീകരിച്ചത്. നോട്ട് എവ്രിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ വാലിബൻ വൈകാതെ തന്നെ തിയേറ്റർ വിട്ടു. കഴിഞ്ഞ വർഷാവസാനം സ്വന്തം സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബറോസിനും തിയേറ്ററിൽ നില കിട്ടിയില്ല. അഭിനയത്തിൽ എന്ന പോലെ തന്നെ സിനിമകളുടെ തിരഞ്ഞെടുപ്പിലും മമ്മൂട്ടിയുമായി താരതമ്യപ്പെടുത്തലുകൾ നിരന്തരമായി വന്നുകൊണ്ടേയിരുന്നു. മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന പോലെ നവാഗത സംവിധായകരുടെ സിനിമകൾ മോഹൻലാലും ചെയ്യണമെന്ന് ആവശ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. കൂടുതൽ അപ്ഡേറ്റ് ആയൊരു മോഹൻലാലിനെയും അതേസമയം വിന്റേജ് മോഹൻലാലിനെയും പ്രേക്ഷകർ ഒരേ സമയം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷത്തെ ആദ്യ മോഹൻലാൽ പടമാണ് തുടരും. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ മറ്റൊരു അട്രാക്ഷൻ മോഹൻലാലിനൊപ്പം ശോഭന ഒന്നിക്കുന്ന ചിത്രം എന്നതുകൂടിയാണ്. ഞാൻ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ച ഒരു മോഹൻലാലിനെയാണ് ചിത്രത്തിൽ ഒരുക്കിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് സംവിധായകൻ ആവർത്തിച്ചിരുന്നു. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ സാധാരണക്കാരനായ ഡ്രൈവറായാണ് മോഹൻലാൽ എത്തുന്നത്. വൈകാരികമായ പശ്ചാത്തലങ്ങളാണ് തരുൺ മൂർത്തിയുടെ സിനിമകളുടെ സത്ത. ആ ആത്മാവിനെ മോഹൻലാൽ എന്ന നടനിലേക്ക് ആവേശിപ്പിച്ച് കണ്ടുമാറുന്ന ഒരു സിമ്പിൾ മോഹൻലാലിനെ സ്ക്രീനിൽ കാണാനായാണ് കാത്തിരിപ്പ്. ശേഷം ഖുറേഷി എബ്രഹാമായി എമ്പുരാനിൽ 2019 മാർച്ചിൽ റിലീസിനെത്തിയ മോഹൻലാലിന്റെ മാസ് എന്റർടൈനർ ലൂസിഫറിന്റെ 2ാം ഭാഗം. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ നിരവധി രാജ്യങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കി ഖുറേഷി അബ്രഹാമും സയ്യിദ് മസൂദും ജതിൻ രാംദാസും ഒക്കെ ഈ വർഷം മാർച്ച് 27 വെള്ളിത്തിരയിലെത്തും. അതേസമയം തന്നെ സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഹൃദയപൂർവ്വവും ഒരുക്കത്തിലാണ്. രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങളിലൂടെ ആവേശമായി മാറിയ സംവിധായകൻ ജിത്തു മാധവന്റെ ചിത്രവും മോഹൻലാൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒപ്പം ദൃശ്യത്തിന്റെ 3ാം ഭാഗവും. മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങി നീണ്ട താരനിരയുള്ള മഹേഷ് നാരായൺ ചിത്രവും ഈ വർഷം തന്നെ തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷ. അന്യഭാഷാ ചിത്രങ്ങളിലും ഈ വർഷം മോഹൻലാൽ ഭാഗമാകും. വിഷ്ണു മഞ്ജുവിനും ശരത് കുമാറിനും ഒപ്പം മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന മിത്തോളജി ചിത്രം കണ്ണപ്പയിലും മോഹൻലാൽ എത്തും. കന്നഡ സംവിധായകൻ നന്ദകിഷോറിന്റെ വൃഷഭയും മോഹൻലാലിന്റെ പ്രതീക്ഷ നൽകുന്ന റിലീസുകളാണ്. അതേസമയം കൃഷാന്തിനൊപ്പവും ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പവും കാതലിന്റെ എഴുത്തുകാരൻ ആദർ സുകുമാരൻ തിരക്കഥ എഴുതുന്ന ചിത്രത്തിലും മോഹൻലാൽ എത്തുമെന്ന റൂമറുകളും എയറിലുണ്ട്. മാറുന്ന മലയാള സിനിമയ്ക്കൊപ്പം സൂപ്പർ താരങ്ങളും നിർമ്മാതാക്കളും മാറുമ്പോൾ മോഹൻലാലിന്റെ ലൈനപ്പുകൾ നൽകുന്ന പ്രതീക്ഷകൾ വലുതാണ്.